നമ്മൾ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്ന ഇതേപോലത്തെ ഒരു ലോഞ്ച് ആയിരിക്കും. അങ്ങനെ ഞാൻ A380 ഏറ്റവും ആകർഷണീയമായ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് ആണ്. ഇത് ശരിക്കും ബോയിങ് 777-ലുള്ളതാണ്. ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഗെയിം 777. സാധാരണ നമ്മൾ പുറത്തുള്ള കാഴ്ച കാണുന്ന അല്ല. വിമാനങ്ങളിൽ ഏറ്റവും ഫാൻസ് ഉള്ള വിമാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് ഇന്ന് അവൈലബിൾ ആയതിൽ ഏറ്റവും ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, വൺ ആൻഡ് ഓൺലി A380. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് A380യുടെ പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷതകൾ, അതിനകത്തുള്ള രസകരമായിട്ടുള്ള കാഴ്ചകൾ, ആ വിമാനത്തിന് മാത്രമുള്ള ചില യുണീക്ക് പ്രത്യേകതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക്, എയർ ഷോയിലെ ഏറ്റവും അഭിമാന സ്തംഭത്തിൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് A380. ശരിക്കും എയർ ഷോയിലെ ഏറ്റവും ആകർഷണമുള്ളൊരു സംഭവം കൂടി കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡ് ഉണ്ട്. ക്രൗഡിനിടയിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവരും അതും കൂടി ഒന്ന് മനസ്സിലാക്കട്ടോ. അപ്പോൾ ചില സമയങ്ങളിൽ ഫേസ് കാണുന്നതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടിയൊക്കെ വരും പല ആൾക്കാരെയും. കാരണം അറിയാമല്ലോ, ഇതൊരു അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും A380നെ കുറിച്ച് പറയാം. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്തൊരു 2 നില ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സൗകര്യത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു വിമാനമാണ്. എമിറേറ്റ്സിൻ്റെ A380 ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൺ ഫാക്ട്സ്, എമിറേറ്റ്സിൻ്റെ കയ്യിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ A380 ഉള്ളത്. അവരുടെ ഫ്ലീറ്റിൽ അറൗണ്ട് 100+ A380 ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ പുറത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. അത് കഴിഞ്ഞ് അകത്തെ കാര്യങ്ങൾ കാണിക്കാം. അകത്ത് ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, അങ്ങനെ 4 ക്ലാസ്സുകളായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊരു ഡബിൾ ഡെക്കർ വിമാനമാണ്. എല്ലാവർക്കും അറിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫ്രണ്ട് ഭാഗം നമ്മുടെ പൈലറ്റിൻ്റെ ഏരിയാസും കാര്യങ്ങളും, ബാക്കിലേക്ക് വരുന്ന സമയത്ത് ക്രൂ ഏരിയ, സീറ്റിംഗ് ഏരിയ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വിങ് സ്പാനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. വിങ് ഉണ്ടോ, ഭയങ്കര നീളമാണ്. 80 മീറ്റർ, 2 വിങ്സിൻ്റെ തുമ്പ് തമ്മിൽ 80 മീറ്റർ വിങ് സ്പാൻ ഈ വാഹനത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എയർപോർട്ടിലും ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇതിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണ്. കാരണം അത്രയും സൗകര്യം വേണം, സ്ഥലം വേണം. അതുകൊണ്ട് തന്നെ എല്ലാ എയർപോർട്ടിലേക്കും ഇത് സർവീസ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. എമിറേറ്റ്സിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം, എമിറേറ്റ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ A380 സർവീസ് നടക്കുന്നത്. ദുബായിൽ നിന്ന് ഓക്ലാൻഡിലേക്ക്, അതായത് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആ സർവീസ് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഏറ്റവും ഷോർട്ടസ്റ്റ് സർവീസും A380 നടത്തുന്നത് എമിറേറ്റ്സ് തന്നെയാണ്. അപ്പം A380നെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എമിറേറ്റ്സിന് കഴിയും എന്നുള്ളതാണ്. അത്തരത്തിലൊരു A380നെയാണ് നമ്മൾ കാണുന്നത്. ദുബായിൽ നിന്ന് ഒമാനിലേക്ക്, അതായത് ഒമാനിലേക്കുള്ള, അതായത് തൊട്ടടുത്ത രാജ്യത്തേക്കുള്ള A380 സർവീസാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, സാധാരണഗതിയിൽ വിമാനങ്ങളിൽ നമ്മൾ ഡബിൾ എഞ്ചിൻ കാണാറില്ല. ഇത് ഡബിൾ എഞ്ചിൻ വിമാനമാണ് എന്നുള്ളതാണ്. കേട്ടോ, 2 എഞ്ചിൻ. അപ്പം തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ബോയിങ് 777 ആണ്. അതിനകത്ത് നമുക്ക് 1 എഞ്ചിനെ കാണാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 2 എഞ്ചിൻ. അപ്പോൾ മൊത്തം 2 സൈഡിലുമായിട്ട് 4 എഞ്ചിനാണ് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, വിമാനങ്ങളുടെ സേഫ്റ്റി റിക്വയർമെൻറ്റ് നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ട്. 90 സെക്കൻഡ് കൊണ്ട് ഈ വാഹനത്തിനകത്ത് നിന്ന് മുഴുവൻ യാത്രികരും എക്സിറ്റ് ആവണം എന്നുള്ള ഒരു നിയമമുണ്ട്. ആ ഒരു നിയമം ഈ A380 പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 800 ചില്ലാം ആളുകളെയാണ് ഒരേ സമയം ഇതിനകത്ത് ട്രാവൽ ചെയ്യിക്കാൻ പറ്റുക. അത്രയും ആളുകൾ വെച്ച് ട്രാവൽ ചെയ്തിട്ട് ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ A380 പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, എമിറേറ്റ്സിൻ്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ ആളുകളെ വെച്ച് സർവീസ് നടത്തുന്ന A380 സർവീസും എമിറേറ്റ്സിലാണ്. 615 ആളുകളെ വെച്ചിട്ടാണ് ഈ A380 സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇതാണ് വിങ്. വലിയ വിങ്സുകൾ ഇവിടെ കാണാം. മറ്റൊരു കാര്യം, അവിടെ ഞാൻ കാണിക്കുന്നത് ലാൻഡിങ് ഗിയറുകളാണ്. 6, 6, 12, പിന്നെ ഒരു 4, 16, മൊത്തം 20 അല്ലേ, 20 ടയറുകൾ ചേർന്നിട്ടുള്ള ലാൻഡിങ് ഗിയറാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. വേറെ ഒരു വാഹനത്തിനകത്തും ഇത്രയും വലിയ ലാൻഡിങ് ഗിയർ, അതായത് പാസഞ്ചർ വെഹിക്കിൾസിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. കൊള്ളാം. ഇതാണ് ലാൻഡിങ് ഗിയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടോ, നൈസ്. ഒരു കാര്യം കൂടി പറയാം. ഇപ്പം തൊട്ടടുത്ത് ബോയിങ്ങിൻ്റെ 777ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ 2 എണ്ണം ഉണ്ടാവില്ല. പകരം ആ 6, 6, 12 മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അതിനെ ക്രമീകരിച്ചുള്ളത്. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ പാസഞ്ചർ വിമാനമാണ് A380 എന്ന് പറയുന്ന വലിയ ഒരു പ്രത്യേകത കൂടി ഈ A380 ഉണ്ട്. അതായത് A380 വിമാനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ. ഇത് എൻ്റെ വെർട്ടിക്കലാണ്. ഈ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ലെങ്ത്ത്, അതായത് വിങ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 30.4 മീറ്ററാണ്. നമ്മളിപ്പോൾ സാധാരണ ഡൽഹിയിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റുകളുണ്ടല്ലോ, അതിൻ്റെ മെയിൻ ചിറകിൻ്റെ വിങ് സ്പാന് 34 മീറ്ററാണ്. അപ്പോൾ അതിനെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു മെയിൻ ചിറകോളം ഈ ബാക്കിലെ ചിറകുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമാറാത്തിൻ്റെതായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫ്ലാഗ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം.
വലിയ ഒരു ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറാണ് A380 ഉള്ളത് എന്നുള്ളതാണ്. ഇത് നമുക്ക് കയറാനുള്ളത് അകത്തേക്കാണ്. അകത്തേക്ക് കയറാൻ ഭയങ്കര ക്യൂ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചെറിയ ചെറിയ ഡിസ്റ്റർബൻസിലാണ്. പക്ഷേ എന്താ വെച്ചാൽ നമ്മളിന്ന് മുഴുവൻ ഈ ഫ്ലൈറ്റ് കാണിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വയറുകളുണ്ടല്ലോ, അതായത് കമ്മ്യൂണിക്കേഷൻ വയറുകൾ മുഴുവനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 300 മൈൽ ലെങ്ത് ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. അതായത് അത്രയും ഇലക്ട്രിക് കേബിളുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കൺട്രോൾസ് ഇലക്ട്രിക്കലി ആണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നതാണ്. എല്ലാവിധ കൺട്രോളുകളും അങ്ങനെയാണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് കണ്ടുപിടിച്ചതാ പുള്ളി മറ്റേ അറ്റ്ലാന്റിസിലും അവിടെയും ഇവിടെയൊക്കെ ആയതുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആക്സിഡന്റലി സത്യം പറഞ്ഞ ഇവിടെ ഉണ്ടെന്ന് ഭയങ്കര. അപ്പം മച്ചാൻ എയർ ഷോക്ക് വേണ്ടി വന്നാണ്. നമ്മളെ സാൻഡപ്പൻ ട്രാവലിസ്റ്റ് എന്ന് പറയുന്ന ചാനൽ അറിയാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും എന്റെ ഓഡിയൻസിന് വേണ്ടി പരിചയപ്പെടുത്താണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാവൽ വ്ളോഗ്സുകളാണ്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എന്തായാലും മുമ്പിൽ വരാൻ പറ്റിയൊരു സന്തോഷം. എങ്ങനെയുണ്ട് എയർ ഷോ? അടിപൊളി അടിപൊളി. എയർ ഷോ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. അതെ. അപ്പം മച്ചാന്റെ ചാനലിൽ വേറെ ടൈപ്പ് ഓഫ് വീഡിയോ വരും. നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ ഇഷ്ട സാധനങ്ങൾ ഈ ചാനലിലാണ് ഏറ്റവും നല്ല റിവ്യൂ ആയിട്ട് കാണാൻ പറ്റുക. നമ്മുടെ കോമൺ ആയിട്ടുള്ള സംഭവം വേറെ സാധനം കാണാം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതൊരു എൻട്രൻസ് ആണ്. ഡിപ്പെൻസ് ഓൺ എയർപോർട്ട് അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ സീറ്റിംഗ് ഫെസിലിറ്റികളെ കുറിച്ച് ആദ്യം സംസാരിക്കാം, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രീമിയം എക്കണോമി സീറ്റുകളാട്ടോ. ഞാൻ പറഞ്ഞല്ലോ 4 ക്ലാസ്സുകളുള്ളത്. പ്രീമിയം എക്കണോമി, തൊട്ട് ബാക്കിലായിട്ട് എക്കണോമി, പിന്നെ മുകളിൽ ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് തുടങ്ങിയിട്ടുള്ളതാണ്. ശരിക്കും 800 പാസഞ്ചേഴ്സ്, അതായത് എക്കണോമി ക്ലാസ്സുകൾ മാത്രമാണെങ്കിൽ 800 പാസഞ്ചേഴ്സാണ് ഇതിനകത്ത് ഫ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പെർട്ടിക്കുലർ A380 500 പാസഞ്ചേഴ്സിനാണ് യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പ്രീമിയം എക്കണോമിയാണ്, ലെഗ് റൂം കൂട്ടേണ്ടി വരും. കാരണം അത്രയും ലെഗ് റൂം ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സൊക്കെ മുകളിൽ വരുന്ന സമയത്ത് അത്രയും സ്ഥലം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അതിപ്പം ഒരു 380 അത്ര ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് ഓൺ അവരുടെ ആ ഒരു ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പ്രീമിയം എക്കണോമിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒരു ഉഡൻ ടെക്സ്ചറൊക്കെ കൊടുത്ത് രസമാക്കിയിട്ടുണ്ട്. വിൻഡോ സൈഡും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഉണ്ടോ? നമുക്ക് ക്ലോസ് ചെയ്യാനൊക്കെ ഒരു ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. 1 ടച്ച് ഓപ്പൺ, 1 ടച്ച് ഡൗൺ. നമ്മൾ വിൻഡോ അറിയില്ല. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ ട്രേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, അങ്ങനെയാണ് എക്കണോമിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുക്കുന്ന ഫുഡ് അതും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈസ്. ഹായ്, ഹൗ ആർ യു? ഓൾ ഗുഡ്. സോ ഇതാണ് ഫുഡ്. പ്രീമിയം എക്കണോമി. ഓരോ ക്ലാസ്സിനനുസരിച്ച് ഫുഡ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ 2 ടൈപ്പ് ഓഫ് ഫുഡിനെയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നൈസ്. ഇവിടെ നമുക്ക് കുറച്ച് കിച്ചൺ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് കിച്ചൺ ഏരിയ. ഇവിടെ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവർ കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയ. ഇത് പ്രീമിയം എക്കണോമിയിലേക്കുള്ളതായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഡോറുണ്ട്, ക്രൂ ഉള്ളി ചെയ്യുന്നുണ്ട്. ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിമാനത്തിനകത്ത് ഇപ്പം ഇത് 10 മണിക്കൂർ 15 മണിക്കൂറൊക്കെ ഫ്ലൈ ചെയ്യേണ്ട സമയം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓക്ലാൻഡിലേക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം ഉണ്ടാവും. അപ്പോൾ ഈ ക്യാബിൻ ക്രൂ ഇങ്ങനെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാവും വർക്ക് ചെയ്യുക. അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ് ഇത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ റൂമല്ല, അണ്ടർഗ്രൗണ്ടിലാണ്. അതായത് ഇവിടുന്ന് ഇത് ഡോർ തുറന്നു കഴിഞ്ഞാൽ അടിയിലേക്ക് സ്റ്റെപ്പ് ഉണ്ട്. അവിടെ കിടക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെയുള്ള ഫെസിലിറ്റി ഈ വിമാനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അത് ഈ ലോങ് ഹോൾ ഫ്ലൈറ്റ്സ് എന്ന് പറയുക, അതായത് കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്ന വിമാനങ്ങളിൽ അതുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് എക്കണോമി സീറ്റുകൾ വരുന്നത്. സാധാരണഗതിയിലുള്ള എക്കണോമി സീറ്റുകളുണ്ടോ നമ്മളിപ്പം പല ഫ്ലൈറ്റിനകത്തും കാണുന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ എമിറേറ്റ്സിലേക്ക് വന്നുകൊണ്ടും A380 ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു നൈസ് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത്. മറ്റൊരു കാര്യം A380 കുറിച്ച് പറയുന്ന സമയത്ത് ഇതിനകത്ത് 4 മില്യൺ പാർട്സുകൾ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. 2.5 മില്യൺ യുണീക്ക് പാർട്സ് നമ്പറുകൾ ഈ വിമാനത്തിനുണ്ട് എന്നുള്ളതാണ്. 1500ഓളം വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ അവരിട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഇതിങ്ങനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം, അത് ഓരോ സീറ്റിലേക്കും വരുന്ന സമയത്ത് വ്യത്യാസമുണ്ട് കേട്ടോ. പ്രീമിയം എക്കണോമിൻ്റെ ഒന്ന് കാണിക്കാം, എന്നിട്ട് ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. പലയിടത്തും പല ടൈപ്പാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ. അതായത് പ്രീമിയം എക്കണോമിയിൽ വരുന്ന സമയത്ത് അങ്ങനെ, ഇനിയിപ്പോൾ നോർമൽ എക്കണോമിയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ചെറിയ വ്യത്യാസമുള്ളൂ പ്രീമിയം എക്കണോമി ഇത് തമ്മിൽ കേട്ടോ. പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തൈ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. സാധാരണഗതിയിൽ തന്നെയാണ് കൊടുത്തുള്ളത്. ഇനി എക്കണോമിയിലേക്ക് വരുന്ന സമയത്തുള്ള ഫുഡുകൾ ഇതാട്ടോ.
എക്കണോമി ഫുഡ്സ് അതിൻ്റെ സാമ്പിൾസ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എമിറേറ്റ്സിൽ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കുഞ്ഞു ഇതൊക്കെ സാധനം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാൻ കുറേ സാധനങ്ങൾ കൊടുക്കും. പിന്നെ അതുപോലെ നമ്മളുടെ ഫോട്ടോ എടുത്ത് തരും, അതായത് നമ്മൾ ഫോട്ടോ എടുത്ത് നമുക്കൊരു മെമ്മറി പോലെ കീപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ A380 മാത്രമല്ല, എനിക്ക് തോന്നുന്നു A380 കളിക്കാനുള്ള സാധനങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നുണ്ട്. ഇനി ഈ ആളുകളൊക്കെ നിൽക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു A380 ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് എന്നുള്ളതാണ്. അതിൻ്റെ എൻട്രൻസ് ശരിക്കും ബാക്കിലൂടെ ഉണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ടിലൂടെയും ഒരു എൻട്രൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടു ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ് ശരിക്കും ഫ്രണ്ടിലൂടെയാണ്, അതുവഴി കയറണം, ഇതിലൂടെയും കയറാം. ഓക്കെ, അപ്പം ഇനി അത് കാണിച്ചു തരാട്ടെ ഞാൻ. അത് ഗംഭീര സെറ്റപ്പാണ്. ഒരു A380 ഏറ്റവും വലിയ ഹൈലൈറ്റ്സും ഈ ഷോയിൽ തന്നെ ഈ A380 ഒരു പ്രത്യേക ആകർഷണം ആവാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഇതാണ് അതിലേക്കുള്ള സ്റ്റെപ്പുകൾ. ഇത് കാണുമ്പോൾ തന്നെ കുറച്ചൊരു പ്രീമിയം എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ലക്ഷൂറിയസ് ഹോട്ടലിലെ കോണി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? കുറച്ച് തിരക്കുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നമ്മൾ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഇതേപോലത്തെ ഒരു ലോഞ്ചായിരിക്കും. ഇവിടെ ഒരാളുണ്ട്, ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ജ്യൂസ് കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എമിറേറ്റ്സിൻ്റെ ക്രൂ ശരിക്കും ഈ ഒരു ലോഞ്ച് നല്ല രസമുണ്ടല്ലേ കാണാൻ, കുറച്ചൊരു പ്രീമിയമായിട്ട്. ഹായ്. നല്ല ഒരു പ്രീമിയം സെറ്റപ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ശരിക്കും എവിടേക്കോ കണ്ട് ശീലിച്ച പോലത്തെ ഒരു ഫ്ലോർ അല്ലേ, കൊള്ളാം. ഇവിടെയാണ് ഇത് ക്രൂ ഏരിയ ആണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ തുടങ്ങിയുള്ള ഏരിയകൾ കാണാം. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണ്. ഇത് ശരിക്കും നേരത്തെ നമ്മൾ കണ്ട സീറ്റിൽ നിന്ന് എൻ്റലി ഡിഫറെൻ്റ് ആട്ടോ സീറ്റ്സ് കാര്യങ്ങളൊക്കെ. അതുപോലെ ഇതെന്തോ ടേബിളാണ്, ക്രൂവിൻ്റെ സീറ്റിംഗ് സ്പേസ്. ഇതൊരു സോഫ ബെഡ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് ശരിക്കും ബിസിനസ് ക്ലാസ്സിലേക്കുള്ള ഒരു എൻട്രൻസ് മാത്രമാണ്. ഓക്കെ, ഒരു ലോഞ്ച്. മദ്യപിക്കാൻ പാടില്ല കേട്ടോ, ആരോഗ്യത്തിന് ഹാനികരം, കീശയ്ക്ക് നാശം. ഇതാണ് ബിസിനസ് ക്ലാസ്. ഓക്കെ, ബിസിനസ് ക്ലാസ് സീറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ 26J എന്ന് പറയുന്ന സീറ്റാണ്. ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഇത് സോക്സ്, അതുപോലെ തന്നെ കണ്ണിൽ വെക്കാനുള്ള സാധനം, ഹെഡ്സെറ്റ്, ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണാം. ഇത് ഉപയോഗിച്ച് നമുക്കിത് ഒരുപാട് കാര്യങ്ങൾ ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ ഒക്കെ ഉള്ള കർട്ടൻ ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ക്ലോസ് ചെയ്യാം. ഇനി രണ്ടും ഒരുമിച്ച്, ഇനി അതിനുള്ളിലൊരു കർട്ടൻ കൂടി ഉണ്ടോ? യെസ്, ഇപ്പോൾ ഫുള്ള് ഡൗണായി. ലൈറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് പോകും ഉണ്ട് അങ്ങനെ എടുത്തുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു മിനി ബാർ പോലത്തെ ഒരു സെറ്റപ്പ്, അതായത് വെള്ളം കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഇവിടെ ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ചാർജിങ് പോർട്ടുകളുണ്ട്. ഇത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മാറി അല്ലേ, വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമായി. അതുപോലെ തന്നെ കാല് വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് കാലൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കാം. അതുപോലെ തന്നെ ഈ സീറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വേണോ, ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ഒരു സെപ്പറേറ്റ് ക്യാബിൻ പോലെ. അതുപോലെ തന്നെ ഇവിടെ ഒരു വുഡൻ ട്രിമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എക്കണോമി ശ്രദ്ധിച്ച സമയത്ത് ഇവിടെ അങ്ങനെ വുഡൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നോർമൽ സെറ്റപ്പ് തന്നെയാണ് അവിടെ കൊടുത്തുള്ളത്. ഇതിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബിസിനസ് ക്ലാസ് ആണ്, പക്ഷേ ഒരു പ്രൈവറ്റ് ക്യാബിൻ പോലെയല്ല. ഇവിടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പില്ലോ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാങ്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവും. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കൊള്ളാം. അതൊക്കെ ഒരു അല്ലേ, ഒരു വുഡൻ സെറ്റപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രസമുണ്ടല്ലേ കാണാൻ. ഈ മെറ്റീരിയലൊക്കെ ഡിഫറൻസ് നമ്മൾ മെർസിഡീസിലൊക്കെ കണ്ട പോലെ തന്നെ ആ ഒരു പ്ലഫി മെറ്റീരിയൽസാണ് കൊടുത്തുള്ളത്. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സീറ്റുകൾ വന്നിട്ടുള്ളത്. നല്ല കുഷ്യനോട് കൂടിയിട്ടുള്ള കംഫർട്ട് സീറ്റാണ്. സീറ്റുകളെ നമുക്ക് പല രീതിയിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇപ്പം സിറ്റിംഗ് അല്ലേ, ഇനി ഇതിൻ്റെ ബെഡാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ സെലക്ഷൻ ഉണ്ടാവും. ബെഡാവും നോക്കിയാൽ പതുക്കെ സീറ്റിൻ്റെ കോൺഫിഗറേഷൻ മാറുന്നു. ഇനി ഇപ്പോൾ ബെഡായി, ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്. അതുപോലെ ഷാസ് ബ്രോ രാവിലെ 11 മണിക്ക് ഷൂട്ടിന് വന്നേക്കാണ്. എപ്പോൾ എത്ര സമയം എന്തായി? ഞങ്ങളെ ജാനിഷ് ബ്രോ, ഹായ്. ജാനിഷ് ബ്രോ ഞങ്ങൾ UAE മറ്റേ പൈലറ്റ്, ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുവന്ന പുള്ളിയാണ്. ഇനി ഒരാൾ കൂടി ഉണ്ട്, അനസ് ബ്രോനെ ഇടയ്ക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റുകൾ ഇങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ലെഗ് സ്പേസ് ഇല്ലേ, ഇത് ശരിക്കും ലെഗ് സ്പേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കാലൊക്കെ അതിനുള്ളിലേക്ക് നിർത്തി വെച്ച് നമുക്ക് കിടക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സീറ്റിൻ്റെ കോൺഫിഗറേഷൻ മാറി എന്നുള്ളതാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് സീറ്റിനെ പഴയ പോലെ ആക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയ സ്ഥിതിക്ക് നമ്മളെ തിരിച്ച് പഴയ പോലെ ആക്കിയിട്ട് പോകാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു പ്ലഫി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് കുറച്ചുകൂടി സപ്പോർട്ടീവായിട്ട് വരും എന്നുള്ളതാണ്. സംഭവം അടിപൊളിയല്ലേ,
കൊള്ളാം. പക്ഷേ എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10,000-50,000 രൂപ ബിസിനസ് ക്ലാസ്സിൽ എക്സ്പെൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ആ ഒരു കാര്യം കൂടി പറയട്ടെ, പിന്നെ ടിക്കറ്റ് റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൂടി ഓർത്ത് വെക്കാം. അങ്ങനെ ഞാൻ A380 ഏറ്റവും ആകർഷണീയമായ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്, അതായത് ഏറ്റവും എക്സ്പെൻസീവ് ക്ലാസ്, ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ക്ലാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ക്ലാസ്സും ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസിനെ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അതിന് തന്നെ ഇതൊരു ഒരു എന്താ പറയുക, ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. ഡോറുകൾ ക്ലോസ് ചെയ്യാം. ഇതിനേക്കാളും ഫെസിലിറ്റീസ് ഉള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആട്ടോ. ഇനി ഞാൻ ഇതിനകത്തുള്ള ഓരോരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. ഇവിടെ നമുക്കൊരു വലിയ TV ഉണ്ട്. ഇതിന് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അതുപോലെ ഈ ഫ്ലവർ ഇത് ഓരോ ഫ്ലൈറ്റിൻ്റെ സമയത്തും ഇവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രഷാണ്. ഇതിങ്ങനെ അവർ മാറ്റിക്കൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു മിറർ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളെ തന്നെ കാണാം. ഉണ്ടാവും, നിങ്ങൾക്ക് എന്നെ കാണുന്നില്ലേ? അതിനകത്ത് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അടച്ചു വെക്കാം ആവശ്യമില്ലെങ്കിൽ. ഇപ്പോൾ ഒരു ഡെമോക്ക് വേണ്ടി തുറന്നു വെച്ചാൽ അത് അടയുമ്പോൾ ലൈറ്റ് ഓഫ് ആവുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, അതിനൊരു ലൈറ്റ് പോയി ജസ്റ്റ് പൊന്തിക്കുമ്പോൾ മാത്രം ലൈറ്റ് വരും. കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ കഴിക്കാനുള്ള ജംസ്, മിഠായി, മിൻറ്റ്, ചോക്ലേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനർത്ഥം ഫ്രീ ആണ്. ചില ഫ്ലൈറ്റിൽ ഇത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോട്ട് പാഡ്, എമിറേറ്റ്സിൻ്റെ പേന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ഹെഡ്സെറ്റ് കാര്യങ്ങൾ വെക്കാനുള്ളൊരു ഭാഗം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാകെ താഴേക്ക് പോയി ഇനി വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ പൊങ്ങി വരും. അടിപൊളിയിൽ ഒരു മിനി ബാറാണ് ഇത്. നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ട്രേ നമുക്ക് അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷറിയസ് ടേബിൾ നമുക്കിവിടെ ഓപ്പൺ ആക്കി വെക്കും. അതിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. അത് ആവശ്യമില്ലെങ്കിൽ ഇതേപോലെ ഇങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പം നമ്മളെ പാർട്ണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ പൊങ്ങി വരും. നൈസ്. പുള്ളി നമുക്ക് വേണ്ടി പ്രസ് ചെയ്യുന്നു. താങ്ക് യു. ഇപ്പം നമ്മളൊരു ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. കപ്പിൾസ് ആണെങ്കിൽ ഭാര്യയും ഭർത്താവും അപ്പുറമാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു പ്രൈവസി ആണെങ്കിൽ ഇത് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ്. കൂളല്ലേ. ഇനി ഇവിടെ വയ്ക്കുക നമ്മളെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഞാനിതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് കാണിക്കട്ടെ. ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് നോക്കിക്കോ, നമുക്കിത് താഴ്ത്തുകയും പൊക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്തുണ്ടാവും ഓരോ ഭാഗം കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങളനുസരിച്ചാണ് നമുക്കിപ്പോൾ തൈ സപ്പോർട്ട് ആണെങ്കിൽ 7 നമുക്കിതാണ് തൈ സപ്പോർട്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും ബെഡാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാം, ഇതാണ് ഇതേപോലെ നമുക്ക് ബെഡാക്കി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇവിടെ ഇതിനകത്ത് ഉപയോഗിക്കാനുള്ള ഡ്രസ്സും ഇവർ തന്നെ തരും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം. ആ തരത്തിലാണല്ലേ. അതുപോലെ തന്നെ ഈ ബാഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, തുറക്കാൻ പറ്റില്ല. ഓക്കെ, 45 കിലോ വരെ ഇതിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് ഈ സാധനത്തിന്. നൈസ്, കൊള്ളാം. എങ്ങനെയുണ്ട്? അടിപൊളി, ഒന്നും പറയാനില്ല. ഞാനും നജീബും ഈ ഒരു സീറ്റിലിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എവിടേക്കായിരിക്കും പോവാം? നമുക്ക് ഓക്ലാൻഡ് വരെ പോവാം. അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഹോൾ. യാസ്. അപ്പോൾ ഇതാണ് A380യുടെ ബിസിനസ് ക്ലാസ്. ഒന്നും പറയാനില്ല, എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. അടിപൊളി. ഇനി ഇതൊക്കെ നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ ജാനിഷൊക്കെ വരുമ്പോൾ നമുക്ക് കാണാനൊന്നും പറ്റില്ല. അങ്ങനെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ഇവർ എയർ ഷോ പർപ്പസ് കാരണം ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അതായത് എല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്? ഒരു A380ൻ്റെ ഫസ്റ്റ് ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യും. പിന്നെ കളറിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്, കാരണം വെച്ചാൽ ഇതിനകത്ത് അത്ര വെളിച്ചമില്ല എന്നുള്ളതാണ്. പിന്നെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ശരിക്കും ഇതൊരു ഡബിൾ ഡെക്കറാണ്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഹെഡ് റൂം നോക്കിയാൽ അത്രയും ഹെഡ് റൂം ഉണ്ട്. പിന്നെ സ്പേഷ്യസ് അത്യാവശ്യം ഉണ്ടോ, കാലൊന്നും അവിടെ തട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, കോൺഫിഗറേഷൻ അനുസരിച്ച് ഈ സീറ്റിംഗ് കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കും. ഇപ്പം എത്ര ഫസ്റ്റ് ക്ലാസ് വേണം, എത്ര ബിസിനസ് ക്ലാസ് വേണം എന്നൊക്കെ ഉള്ളത് ഇവരുടെ കോൾ അനുസരിച്ചാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ശാസ്ബ്രോ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? കളർ തീം അല്ലേ? എനിക്ക് ഗോൾഡൻ റോയൽ ടച്ചസ് ഭയങ്കര ഇഷ്ടമായി. ഇതിലെല്ലാം ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ സീറ്റ് ബെൽറ്റിൽ പോലും സെയിം. ഓ, ഗോൾഡൻ സീറ്റ് ബെൽറ്റ് നോക്കിയാൽ സെയിം ആ ഒരു ഗോൾഡൻ ഫിനിഷിലെ ഒരു പ്രീമിയം ഇവിടെ ഒക്കെ ഉണ്ടോ ഒരു പ്രീമിയം ടച്ച്. കറക്റ്റ് ശരിക്കും നമ്മൾ കാറിൽ ക്രോം കൊടുത്ത പോലെ അവന്മാർ ഗോൾഡേ കൊടുത്തേക്കുന്നല്ലേ. ഇതൊക്കെ നോക്കിയാൽ സെറ്റാണ്. ശരിക്കും അനസ്ബ്രോനെ മിസ് ചെയ്യുന്നില്ലേ. ഇന്നലെ ഞങ്ങളെ ഗോൾഡ് അനസ്ബ്രോ ഉണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് അനസ്ബ്രോൻ്റെ ഈ ഡോർ ഹാൻഡിൽസ് പോലും ഗോൾഡാണ്.
എന്തായാലും ഇതിപ്പം ഫ്രണ്ട് ക്യാമറ കേട്ടോ, അതായത് ഹൊറിസോണ്ടലിൻ്റെ മുകളിലുള്ള നമ്മളെ വെർട്ടിക്കൽ ഇതില്ലേ, വെർട്ടിക്കൽ സ്റ്റെബിലൈസർമേലാണ് തോന്നുന്നു ഈ ക്യാമറ വെച്ചിട്ടുള്ളത്. ശരിക്കും ഇപ്പം ലൈവ് ക്യാമറയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ മിലിറ്ററി ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടോ. യെസ്, ഫ്ലൈ ചെയ്യുമ്പോൾ എന്ത് രസമായിരിക്കുമല്ലേ കാണാൻ. ഓക്കെ, പിന്നെ ഇതിനകത്തിപ്പം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഏറ്റവും ഓഫ് സീസൺ ആവുന്ന സമയത്ത്. ഇതിനകത്തുള്ള കുറച്ച് ഹിഡൻ സംഭവങ്ങൾ കാണിക്കാം. ഒന്ന്, ഈ ലൈറ്റ്, ഇത് നമുക്ക് മൂഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ബട്ടൺ ഉണ്ട്, ഇവിടെ 3 ലെവൽ നമുക്ക് മൂഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം, നമുക്കിപ്പോൾ ക്യാബിൻ ക്രൂവിനെ കോൾ ചെയ്യണം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ക്യാബിൻ ക്രൂവിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാബിൻ ക്രൂവിൻ്റെ ഇൻഡിക്കേഷൻ വരും. എന്നിട്ട് നമുക്ക് ഇതുവഴി ഫോണിൽ സംസാരിക്കാം. കണ്ടോ, ഹലോ, ഇത് ഇപ്പോൾ ഫോണായി. ഇപ്പോൾ നമുക്കെടുത്തിട്ട് എനിക്കൊരു ഗ്ലാസ് ചായ വേണം, ഓക്കെ, അതിൻ്റെ ടീ, ലൈക്ക് അങ്ങനെ പറയാം, സംസാരിക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് ക്ലാസ് ആണല്ലോ, അപ്പം എല്ലാ ക്യാബിലൂടെയും നടന്ന് ഇവിടെ വരുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ, അതായത് ക്യാബിൻ ക്രൂ നമ്മൾ തമ്മിൽ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ടേബിൾ നമ്മളിത് ഓപ്പൺ ആക്കി, ഓക്കെ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ പ്രീമിയത്തിലൊക്കെ യാത്ര ചെയ്ത ആൾക്കാർക്കറിയാം, ഈ ടേബിളൊക്കെ മടക്കി വെച്ച് വേണം നമ്മൾ മൂത്രം കഴിക്കാനോ അല്ലെങ്കിൽ കൈ കഴുകാൻ പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഭക്ഷണം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ, പോകാൻ പറ്റും. അതിന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ നമ്പർ 5 സെലക്ട് ചെയ്ത് കഴിഞ്ഞ് താഴ്ത്തി കഴിഞ്ഞാൽ ആംബ്രസ്റ്റ് മാത്രം താഴ്ന്നു പോകും. ഈ ആംബ്രസ്റ്റ് താഴ്ന്നു, അപ്പോൾ നമുക്കുണ്ടോ ഇതിലൂടെ അവിടെ പോകാൻ പറ്റും. ഉണ്ടാവും, ഫുൾ താഴ്ന്നു പോയി. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഇറങ്ങി പോവാം. പൊക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ തടഞ്ഞു വെക്കുകയും ചെയ്യും. സെറ്റുള്ള സംഭവം, വെറൈറ്റി. അതായത് ഓരോ ഇഞ്ചിലും പ്രീമിയം. നമ്മൾ റോൾസ് റോയ്സിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ അല്ലേ, ഗംഭീര സെറ്റപ്പ് അല്ലേ, അടിപൊളി. അതായത് ആ യാത്രക്കാരൻ അത് അത്രമാത്രം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സൂപ്പർ, ഒന്നും പറയാനില്ല. ഇനിയൊരു കാര്യം കൂടി കാണിക്കാം കേട്ടോ, ഫസ്റ്റ് ക്ലാസ്സിലെ ഫുഡിൻ്റെ ഏകദേശം ഒരു സാമ്പിൾ. ഇതല്ല, ഇത് ചെറിയ സാമ്പിൾ വെച്ചേക്കാണ്. അതായത് എങ്ങനെയായിരിക്കും ഫുഡ് മെനു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം. ഇനിയാണ് ഇതിനകത്തുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി. താങ്ക് യു സോ മച്ച്. സോ ഇതാണ് ഇതിനകത്തുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി. ഷവർ സ്പാ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വാഷ് ബേസിൻ, മിറർ വിത്ത് ലാമ്പ്, അതുപോലെ തന്നെ കിറ്റുകൾ കാണാം, കുളിക്കാനുള്ള ഫെസിലിറ്റി, ഡ്രസ് ഹാമ്പർ, മിറർ. ഇനി ഇവിടെ കുളിക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ഷവറൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അടിപൊളിയല്ലേ. ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമുക്ക് ചെറിയ മിനി ബാർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണാം, ഇതിൻ്റെ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങണം. ഇതുവഴി നമുക്ക് താഴേക്ക് ഇറങ്ങാം കേട്ടോ. ആ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഐ ഓൾറെഡി സീൻ ദിസ്. പിന്നെ ഈ ഏരിയയിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. അതേപോലെ ഈ വഴി കോക്പിറ്റിലേക്കുള്ള എൻട്രിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനകത്ത് കയറാനുള്ള ഫെസിലിറ്റി ഇല്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് ആണ്. ഇത് ശരിക്കും ബോയിങ് 777 ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഗെയിം 777. അതും ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഭാഗത്ത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഇത് താഴ്ത്തി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി നമുക്കിത് ക്ലോസ് ചെയ്യാനും പറ്റും. ക്ലോസ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഭാഗം ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പുറത്തുനിന്ന് അകത്തേക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. നൈസ്. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാം, അതുപോലെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഉണ്ട്. വാൾഡ്രോബ്, നമ്മളൊരു ഹോട്ടലിലൊക്കെ കണ്ടിട്ടുള്ള പോലെ വാൾഡ്രോബ്, മിറർ യൂണിറ്റ് കാണാം. ഇവിടെ കുറച്ച് ബട്ടൺസ്, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇതിലിപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും എനിക്കറിയില്ല. അതുപോലെ തന്നെ സീറ്റിംഗ് നോക്കിയാൽ ഗംഭീര സീറ്റിങ്ങിലെ ഒരു സോഫ സെറ്റ് പോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് കണ്ടിട്ടുള്ള മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം ഇതിലേക്ക് വരുന്നതുകൊണ്ട് ഇതാണ്. ഓക്കെ, പുറത്തത്തെ കാഴ്ച കാണാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ പുറത്തത്തെ കാഴ്ച കാണുന്ന അല്ല, നമ്മളിപ്പോൾ ഇരിക്കുന്ന മിഡിൽ സീറ്റിലാണ്. അപ്പുറത്തും ഇതേപോലെ ഒരു സീറ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് സൈഡ് സീറ്റും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ക്യാമറയാണ്. അതായത് നമുക്ക് പുറത്തത്തെ കാഴ്ചകൾ ശരിക്ക് ഇതിലൂടെ, അതായത് ഈ ഒരു വിൻഡോയിലൂടെ കാണുന്ന പോലെ ക്യാമറ ഉപയോഗിച്ച് കാണാം. അതുപോലെ ഇവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ താഴ്ത്താവേണ്ടത്. ശരിക്കും ഇത് പ്രവർത്തിക്കുന്ന പോലെ തന്നെ കേട്ടോ, സംഭവം കൊള്ള. അത് ക്ലോസ് ചെയ്തൊക്കെ. പിന്നെ അതുപോലെ തന്നെ നോക്കിയാൽ എമിറേറ്റ്സിൻ്റെ ഡയറി, അതുപോലെ മിറർ യൂണിറ്റ് തുടങ്ങിയ കാര്യം. അത് വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് നോക്കാം. അവിടെ ടേബിളായി, പിന്നെ TV, മിനി ബാർ ഫെസിലിറ്റി. ഓ ഗംഭീരം, ഒന്നും പറയാനില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള അടുത്ത് റൈറ്റിംഗ് ടേബിൾസ് പോലത്തെ ഫെസിലിറ്റി.
എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ സ്റ്റാർ ലൈറ്റിങ് നോക്കിയാൽ ഫ്ലോറിൽ അടിപൊളി. മുകളിലൊക്കെയാ സെപ്പറേറ്റ് സ്യൂട്ട്, ഒരു സ്യൂട്ട് റൂം നമ്മൾ ഫ്ലൈറ്റിനകത്ത് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും അതേപോലെ. പക്ഷേ ഒരാൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കപ്പൽ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇത് ഞാൻ രണ്ടാമത്തെ ദിവസമായിട്ടോ ഷൂട്ട് ചെയ്യണത്. അപ്പം മറ്റേൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് A380. അതിനകത്തുള്ള പ്രത്യേകതകൾ, രസങ്ങൾ, രഹസ്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, A380യുടെ വിശേഷങ്ങൾ. ഭയങ്കര ടെക്നിക്കലി ഒന്നുമല്ല, എഞ്ചിൻ പരമായിട്ടും അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ അത്ര ആധികാരികമായിട്ട് അറിയില്ല. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കോക്ക്പിറ്റിലേക്ക് നമുക്ക് എൻട്രൻസും ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എയർ ഷോ നടക്കുന്ന സമയത്ത് പലരും പറഞ്ഞു കേട്ടു A380യുടെ ഒരു പക്ഷേ അവസാന എയർ ഷോ ആവുമെന്ന്. അങ്ങനെ ആവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം പലരുടെ ഫ്ലീറ്റിൽ നിന്നും A380 ഒഴിവാക്കി തുടങ്ങി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഇത്രയും ആളുകൾ വേണം, അത്രയും ആളുകളെ വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ലാഭമാവുള്ളൂ. മറ്റൊന്ന് ഡ്യുവൽ എഞ്ചിനാണ്. ഈ ഡ്യുവൽ എഞ്ചിനും ഓപ്പറേറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല ഫ്യൂവൽ വേണം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വിങ്സിലും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വയറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് ഫ്യൂവൽ എഞ്ചിൻ ഉണ്ടാവുക. പക്ഷേ ഇതിന് ബാക്കിലും കൂടി ഉണ്ട്, അത്രയും ഫ്യൂവൽ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് പലരുടെ ഫ്ലീറ്റിൽ നിന്നും പതുക്കെ A380 ഒഴിവാക്കി തുടങ്ങി. അപ്പോൾ അടുത്ത വർഷവും ഇത് ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ബാക്കിയാക്കിക്കൊണ്ട് A380യുടെ ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.